എന്ത് കണ്ടിട്ടാണ് നമ്മളിത് അവഗണിക്കുന്നത്? ഒരധ്വാനവും ഇല്ലാതെ ഭക്ഷണം കഴിക്കുമെന്ന് ബിസ്മില്ല പറയാൻ, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഒരു ദിക്ർ പറയാൻ, ബാങ്കിന് ശേഷമുള്ള ദിക്റൊന്ന് ചൊല്ലാൻ, പിന്നെ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും പറ്റാവുന്ന ദിക്റുകളൊന്ന് ചൊല്ലാൻ എന്ത് ഭാരാണ്ട്. അറിയാം ഉറങ്ങുമ്പോഴെന്താ പറയേണ്ടത്, അറിയാം എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ടത്, അറിയാം എന്താ വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത്. എന്തോ ഒരു തരം ഓഫുല, ഒരു തരം അശ്രദ്ധയില് അങ്ങനെ പോവുക, ആരുടെയൊക്കെയോ കൂടെ പോവുക, അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല. എന്നാ തമ്മിൽ ഇത് പറഞ്ഞു കൊടുക്കോ, നീ എന്തേ ബിസ്മി ചെല്ലാണ്ടിരുന്നതടോ, നീ എന്തേ അൽഹംദുലില്ലാ പറയാണ്ടിരുന്നത്? ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞല്ലോ, എന്നിട്ട് എന്താ നീ പിന്നെ യർഹമക്കല്ലാ എന്ന് പറയാണ്ടിരുന്നത്? ഞാൻ യർഹമക്കല്ലാ പറഞ്ഞിട്ട് നീ എന്താ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും പറയാതിരുന്നത്? അങ്ങനത്തെ ഒരു ചോദ്യവും ഇല്ല, ഒന്നുമില്ല. നമ്മളൊക്കെ വളരെ പുരോഗമിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇതിന്റെ പേര് പുരോഗമനാണെങ്കിൽ മക്കളെ ഇടത്തെ കൈകൊണ്ട് ചായ കുടിച്ചാ പറയൂലല്ലോ, മോനെ ഇടത്തെ കൈകൊണ്ട് കുടിക്കല്ലേ, വലത്തെ കൈകൊണ്ട് കുടിക്കണമെന്ന്. ഇരിക്കുന്ന സദസ്സിൽ ഇടതു ഭാഗത്തുനിന്ന് ഒരു സാധനം വിതരണം ചെയ്യുമ്പോൾ പറയണ്ടേ, മോനെ ഇടത്തുനിന്നല്ല വലത്തുനിന്ന്. അങ്ങനെയല്ലേ അത് പഠിപ്പിക്കുകയും പഠിപ്പിക്കപ്പെടുകയും പിന്നെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടത്, തലമുറകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. അപ്പോഴല്ലേ സത്യത്തില് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത്. ഇനി ആയത്തൊന്ന് കേട്ടു നോക്കി, അദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നെ ഓർമ്മിക്കാം. ഭക്ഷണം കഴിച്ചില്ലേ, എന്നെ ഓർമ്മിച്ചില്ല. ഭക്ഷണം കഴിച്ചില്ലേ, എന്നെ ഓർമ്മിച്ചില്ല. വാഹനത്ത് കയറിയല്ലേ, എന്നെ ഓർമ്മിച്ചില്ല. പിന്നെ ഉറങ്ങാൻ പോയല്ലേ, എന്നെ ഓർമ്മിച്ചില്ല. എന്നെ ഓർമ്മിച്ചില്ല. അദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർമ്മിക്കണമെന്ന് റബ്ബ് അവന്റെ നിഅമത്തുകളാ നിമിഷവും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിലൊന്നും അദ്കുറൂനി എന്ന അള്ളാന്റെ വിളി കേട്ടില്ല. അദ്കുറൂനി, എന്നെ ശ്രദ്ധിക്കണേ, എന്നെ ഓർമ്മിക്കണേ, ഞാൻ നിങ്ങളെ ഓർമ്മിച്ചോളാം. അദ്കുറുക്കും. അതാ റബ്ബിന്റെ വാക്കല്ലേ ഇത്. അവൻ ഇതിനേക്കാളേറെ സ്നേഹത്തിന് ഇനി എന്താ സംസാരിക്കേണ്ടത്? നിങ്ങൾ ഇന്നെ ഓർമ്മിക്ക്, നിങ്ങളെ യാത്രയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ ഓർമ്മിക്ക്. അത് കുറുക്കും ഞങ്ങളെ ഓർമ്മിച്ചോളാം. വഷ്കുറൂനെ, നന്ദി കാണിക്കടോ. വലാ തക്ഫുറൂൻ, നന്ദി കേടാവല്ലേ, നന്ദി കേടാവല്ലേ. ഇല്ലാത്തൊരു വാക്കാണ്. ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ തലങ്ങളിൽ എവിടെയോ പോയി തട്ടുന്ന, അവനെ വേദനിപ്പിക്കുന്ന, അവനെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്കാ നന്ദി. നന്ദി കേടാവല്ലേ. ആട്ടെ, പറഞ്ഞ വിഷയത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചു പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായ കൊണ്ട് ദിക്റുകൾ ചൊല്ലുന്നതിന് പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. അത് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ശരി, എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ കുറെ അദബുകൾ പറഞ്ഞു തന്നു എന്നുള്ളതാണ്. ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദബുകൾ, മര്യാദകൾ. എന്താണ് അതിന്റെ അദബ്? സൂറത്തുൽ അഅറാഫിലെ 205-ാമത്തെ ഈ ആയത്ത് ഒന്ന് പഠിക്കുക. ദിക്റിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗൽ ബിൽ ഗുദുവി വൽ ആസാൽ വലാ തകും മിനൽ ഗാഫിലീൻ. വദ്കുർ റബ്ബക, നീ നിന്റെ രക്ഷിതാവിനെ ഓർമ്മിക്കണം. ഫീ നഫ്സിക, നിന്റെ മനസ്സിൽ, നിന്റെ മനസ്സിൽ. തളർറുൻ, വിനയത്തോടെ. വഖീഫതൻ, ഭയത്തോടെ. വലാ തജ്ഹർ ബിൽ ഖൗൽ, നീ ഉറക്കെ ഒന്നും വിളിച്ചു പറയണ്ട, ശബ്ദം കൂട്ടൊന്നും വേണ്ട. ബിൽ ഗുദുവി വൽ ആസാൽ, രാവിലെയും വേണം ഇത്, വൈകുന്നേരം വേണം ഇത്. വലാ തകും മിനൽ ഗാഫിലീൻ, ഈ ഗഫ്ലത്ത്, അശ്രദ്ധമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോണ കുറെ മനുഷ്യന്മാരുണ്ട്, ആ കൂട്ടത്തിൽ നീ പെടരുതേ. അള്ളാഹ് നമ്മളോട് പറയുന്ന സ്നേഹത്തിന്റെ ഒരു വാക്ക്, മറ്റൊരു വാക്ക്. നിങ്ങൾ എന്നെ നിങ്ങളെ മനസ്സിൽ ഓർമ്മിക്കാം. അത് വിനയത്തോടെ ആയിരിക്കണം. എന്റെ ശിക്ഷയെ പറ്റിയൊക്കെയുള്ള ഭയപ്പാടോടെ ഓർമ്മിക്കണം. ഉറക്കെ ശബ്ദം ഉണ്ടാക്കൊന്നും വേണ്ട. അത് രാവിലെയും വേണം, വൈകുന്നേരവും വേണം. ഒരു തരം അശ്രദ്ധമായി ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ. എന്താണ് ഈ മനസ്സിൽ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ? ചുണ്ടുകൊണ്ട് പറയേണ്ടതില്ല, മനസ്സിലിങ്ങനെ വിചാരിച്ചാൽ മതി എന്നാണോ? അല്ല, മനസ്സാന്നിധ്യത്തോടെ പറയാൻ. മനസ്സാന്നിധ്യത്തോടെ. ഇപ്പൊ നമസ്കാര ശേഷം നാം സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ് എന്ന ബോധം ഉണ്ടാവുക. അപ്പോ ശ്വാസം അയക്കുന്നതിന് മുമ്പ് 33 തീരൂല.
ശാന്തമായ ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന വ്യക്തി, അതിന്റെ അർത്ഥം അയാൾ കുറെ വസ്വാസമായിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചെടുക്കുന്ന അർത്ഥത്തിനല്ല. എന്താണ് തസ്ബീഹ്? അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് അതിന്റെ അർത്ഥം. പരിശുദ്ധിയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അള്ളാഹ് പരിപൂർണനാണ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, ദൈവം മനുഷ്യനെ പടച്ചു കുറെ കഴിഞ്ഞപ്പോ ഈ സാധനം കുരുത്തക്കെട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ദൈവത്തിന് കുറ്റബോധം തോന്നി, വേണ്ടില്ലായിരുന്നു ഈ ഹലാക്ക്. പോലെ ചിന്തയാണ് ഞാനീ പറഞ്ഞത്. അങ്ങനെ ദൈവം ആലോചിച്ചു എന്താ അതിനൊരു പരിഹാരം, ഞാൻ ചെയ്ത കുരുത്തക്കെട് ഞാൻ തന്നെ തീർക്കട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഈ മനുഷ്യന്റെ കയ്യിനാലെ ക്രൂശിലേറി. അങ്ങനെ പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതായത് താൻ ഉണ്ടാക്കാൻ പോകുന്ന സൃഷ്ടി എന്ത് കോലത്തിലാ പെരുമാറാണ് സൃഷ്ടാവായ പടച്ചോന് മനസ്സിലായില്ല. ഇതുണ്ടോ കൂട്ടരെ റബ്ബിനെ പറ്റി ശരിയാവുക? റബ്ബിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവുമോ? ഹൈന്ദവ ദർശനങ്ങളിലെ ദൈവം എന്ന് പറഞ്ഞാൽ പലരും മനുഷ്യനേക്കാൾ കഷ്ടമാണ് പല കാര്യത്തിലും. പെണ്ണുങ്ങളെ സ്നേഹിക്കാനും സ്നേഹിച്ച പെണ്ണിനെ കിട്ടാനും ഒന്ന് അനങ്ങിയാൽ ശപിക്കാനും ഒക്കെ നടക്കുന്ന ദേവന്മാരും ദേവികളുടെ സങ്കല്പമാണ് അവിടങ്ങളിലൊക്കെ ഉള്ളത്. ആ ജാതി ഒരു ന്യൂനതയില്ലാത്തവനോ എന്റെ പടച്ചോൻ, ഒരു കുറവില്ലാത്തവനാ. സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബിന്റെ മഹത്വത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു. നീ എല്ലാം തികഞ്ഞവനാ, എനിക്കൊരു കുറവില്ല. ഈ ചിന്ത മനസ്സിൽ നിലനിർത്തിക്കൊണ്ട സുബ്ഹാനല്ലാഹ് പറയുന്നത്. അള്ളാഹുവാണ് ഏറ്റവും മഹാൻ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഒന്ന് അനങ്ങാൻ പറ്റില്ല. ഹൗലതാണ് അനക്കമാണ്, അനങ്ങാൻ. വലാ ഖുവത, ഒരു ശക്തിയുമില്ല. ഇല്ലാ ബില്ലാ, ഈ വിരൽ അനങ്ങണമെങ്കിൽ, ഈ മിഴി അനങ്ങണമെങ്കിൽ, ഈ രോമം ചലിപ്പിക്കണമെങ്കിൽ ഇല്ലാ ബില്ലാ, അള്ളാഹിനെ കൊണ്ടല്ലാതെ കഴിയില്ല. ലാ ഹൗല വലാ ഖുവ ഇല്ലാ ബില്ലാ, ഒന്ന് അനങ്ങാൻ പറ്റില്ല, മറ്റൊരു കഴിവുമില്ല പടച്ചവനെ നിന്നെ കൊണ്ടല്ലാതെ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ആ പറയുന്ന പദങ്ങൾ മനസ്സാന്നിധ്യത്തോടു കൂടി പറയാന്നുള്ളതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ദിക്റുകൾ ചൊല്ലുന്നതിന്റെ മര്യാദ പഠിപ്പിച്ച ഖുർആൻ ആയതാണ് വദ്കുർ റബ്ബക ഫീ നഫ്സിക. മനസ്സിൽ പറയുക എന്ന് പറഞ്ഞാൽ മനസ്സാന്നിധ്യത്തോടെ പറയാന്നാണ്. അപ്പൊ അതിന് ഒരു സ്വസ്ഥത വേണം, ഒരു ശാന്തത വേണം, തിരക്കില്ല. അതവിടെ ഇരുന്നിട്ട് തന്നെ പറയണം എന്ന് പറഞ്ഞില്ല. ഇരുന്നെങ്കിൽ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തിരക്കാണെങ്കിൽ തിരക്കെടുത്ത് പോയിക്കോ, പോകുന്നതിന്റെ ഇടയിൽ പോന്നിട്ട് ചെല്ലിയാൽ മതി, അത്രേ ഉള്ളൂ. അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ചിലപ്പോ 33 ചിലപ്പോ 10 ആയി അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സന്ദർഭം പോലെയാവാം. ഇനി 33 10ലേക്ക് ചുരുക്കാൻ വേണ്ടി പറഞ്ഞല്ല, വിജ്ഞാനം മറച്ചു വെക്കാൻ പാടില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. ചില ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മനസ്സാന്നിധ്യത്തോടു കൂടി പറയുക എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, ഉറക്കെ പറയരുത് എന്ന് ഹദീസിൽ ആയത്തിൽ വന്നല്ലോ, അത് ഉറക്കെ വിളിച്ചു പറയേണ്ടതില്ല എന്നാണ്. ഒരു യാത്രയിൽ സഹാബികൾ ഇങ്ങനെ പിന്നെ യാത്ര ചെയ്തു പോകുമ്പോ അവർ തഹ്മീദും തക്ബീറും ഒക്കെ ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. ഒരു രസമാണ് ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും ലാ തുനാദൂന അസമ്മ വലാ ഗായിബ. ചെവി കേൾക്കാത്ത ഒരുത്തനോ സ്ഥലത്തില്ലാത്ത ഒരുത്തനെ അല്ലല്ലോ നിങ്ങൾ വിളിക്കണത്, എന്നാ പിന്നെ പതുക്കെ മതിയാറില്ലേ. നിങ്ങൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയാൻ പടച്ചോമടില്ലാതൊന്നുമില്ലല്ലോ, കേൾക്കാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് സ്ഥലത്തില്ലാത്ത ഒരുത്തനെയോ ചെവി കേൾക്കാത്ത ഒരുത്തനെയോ അല്ല നിങ്ങൾ വിളിക്കുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ ഈ ശബ്ദം ഉയർത്തുന്നത്? അങ്ങനെ ശബ്ദം ഉയർത്തണ്ടെന്ന് പറഞ്ഞു. എന്നാൽ തെൽബിയത്ത്, തെക്ബീർ, ബാങ്ക് തുടങ്ങിയ ചില സംഗതികൾ ദിക്റുകളാണ്, അത് ഉറക്കെ ചൊല്ലാൻ പറഞ്ഞത്. തെൽബിയത്ത് ശബ്ദം ഉയർത്താൻ പറഞ്ഞാണ്, പെരുന്നാളിനോടനുബന്ധിച്ച് തെക്ബീറുകളൊക്കെ ഉറക്കെ ചൊല്ലാൻ പറഞ്ഞാണ്. സാധാരണഗതിയിൽ ഒരു ദിക്ർ ചൊല്ലേണ്ടത് ശാന്തമായ ശബ്ദത്തിൽ, ഒരു മനുഷ്യന് കേൾക്കാവുന്ന, അവനാനോ അല്ലെങ്കിൽ അടുത്തൊക്കെ കേൾക്കുന്നവർ കേൾക്കുന്ന ഒരു ശബ്ദത്തിലല്ലാതെ അതിന്റെ അപ്പുറമുള്ള ഒരു ശബ്ദത്തിലേക്ക് അത് ഉയർത്തേണ്ടതില്ല എന്നാണ്. ഇനി ഒറ്റക്കാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ്, കൂട്ടത്തോടല്ല എന്നാ അതിന്റെ മര്യാദ. കൂട്ടത്തോടെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അതെന്താ അതിന്റെ രേഖ? അതിന്റെ രേഖ എന്താന്ന് പറഞ്ഞാല്, ഇത് പ്രാവർത്തികമാക്കി തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് സഹാബികൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടത്തോടെ ഇരുന്നിട്ട് ഒരു എണ്ണം വെച്ചോ വെക്കാതെയോ ദിക്റുകൾ ചൊല്ലിക്കിയ ഒരു സദസ്സ്, നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞ ദിക്ർ ഹൽക്ക, അങ്ങനത്തെ ഒരു പരിപാടി കാണാനില്ല. ഈ മലയാളം അറബി പദങ്ങൾ പലരും തെറ്റായി ഉപയോഗിച്ചിട്ട് ചിലപ്പോ ഹദീസിലെ വാചകങ്ങൾ കേൾക്കുമ്പോൾ ഇതാണെന്ന് തെറ്റിദ്ധാരണ വന്നേക്കാം. ഒരു ഹദീസ്, മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹൽഖത്തിൻ മിൻ അസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ സഹാബികളുടെ ഒരു ടീമിന്റെ അരികിലൂടെ, ഒരു കൂട്ടത്തിന്റെ അരികിലൂടെ നടന്നുപോയി. ഹൽക്ക എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, ഒരു ടീം എന്നാണ്. അപ്പൊ അവരോട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാ നിങ്ങൾ ഇവിടെ ഇരിക്കണെന്ന് ചോദിച്ചു.
അപ്പൊ പറഞ്ഞു ജലസ്ന നദ്കുറുള്ള വനഹ്മദുഹു, ഞങ്ങൾ ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് അള്ളാനെ ഓർമ്മിക്കാണ്, അള്ളാനെ പ്രശംസിക്കാണ് എന്ന് പറഞ്ഞു. എന്താണ് അവർ ചെയ്തിരുന്നത്? അവരായിരിക്കുന്ന ഇരുത്തത്തിൽ അവർക്ക് നേരത്തെ ഒരു ജാഹിലിയത്ത് കഴിഞ്ഞു പോയവരാണ്. അവർ എന്തെല്ലാം മഹത്വങ്ങളും വലുപ്പങ്ങളുമാണോ നേരത്തെ അവരുടെ പല ദൈവങ്ങളെ പറ്റിയും പറഞ്ഞത്, അത് മുഴുവൻ അബദ്ധമായിരുന്നു എന്നും ആ വിശേഷണങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടവൻ ഏകനായ റബ്ബാണെന്നും തിരിച്ചറിഞ്ഞവരാണ് അവര്. മാത്രല്ല, ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അത് പലായനത്തിന് ശേഷം സംഭവിച്ചു എന്നാണ്, മദീന ജീവിത കാലഘട്ടത്തിലാണ്. അപ്പൊ അവർക്ക് ഓർമ്മിക്കാൻ ഒരുപാടുണ്ട് അള്ളാനെ പറ്റി, അള്ളാന്റെ വാഗ്ദാനത്തെ പറ്റി, അവൻ പുലർത്തുന്ന വാഗ്ദാനത്തെ പറ്റി. അപ്പൊ അതാണ് അവർ പറയുന്നത്, ഞങ്ങൾ അള്ളാനെ പറ്റി മഹത്വപ്പെടുത്തി സംസാരിച്ചിങ്ങനെ ഇരിക്കാൻ, ഞങ്ങളിങ്ങനെ ആ തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ, അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയിരിക്കാന്ന അർത്ഥത്തിനല്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ജിബ്രീൽ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ കാരണം എന്റെ പക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു. അക്ബറനി, എന്നിട്ട് എന്നോട് അറിയിച്ചു, അന്നല്ലാഹ യുബാഹി ബികുമുൽ മലായിക, പടച്ചവൻ നിങ്ങളെ പറ്റി മലക്കുകളോട് പൊങ്ങച്ചം പറയുന്നുണ്ട്, പെരുമ പറയുന്നുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടം പറയാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പെരുമ പറയാ. അത് തന്നെ ആ ഹദീസിലുള്ളത്. ഇന്ന ലില്ലാഹി തആല മലായികത്തൻ സയ്യാഹീൻ യതൂഫൂന ഫി തുറുഖ് യൽതബിസൂന മജാലിസ ദിക്ർ. അള്ളാഹുവിന് ചില സഞ്ചാരികളായ മലക്കുകളുണ്ട്. അവർ നാട്ടുമ്പുറത്തൊക്കെ ഇങ്ങനെ വഴികളിലൂടെ ഒക്കെ നടക്കുക, ദിക്റിന്റെ മജ്ലിസുകൾ കാണാൻ വേണ്ടി. ഇതെന്താ വിഷയം എന്നറിയോ? ദിക്റിന്റെ മജ്ലിസ് എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മളെ ചിന്ത മാറി, അത് വട്ടം കൂടി ഇരിക്കലായി എന്നർത്ഥത്തിനായി അല്ല. അള്ളാഹുവിന്റെ മഹത്വം പറയുകയും പ്രശംസിക്കുകയും പറയുകയും ഈ ഹദീസുകളൊക്കെ പൂർവികർ വിശദീകരിച്ചത്, ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി പഠിപ്പിക്കുന്ന, സംസാരിക്കുന്ന, പരസ്പരം ആശയവിനിമയം നടത്തുന്ന സദസ്സുകളാണ്. പഠനമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെ ഹദീസുകൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, പഠനം. അപ്പൊ അങ്ങനെയുള്ള സദസ്സുകൾ അന്വേഷിച്ചുകൊണ്ട് മലക്കുകൾ യാത്ര ചെയ്യും. ആ ഹദീസ് ദീർഘമാണ്. അങ്ങനത്തെ ഒരു സദസ്സ് കണ്ടാൽ മലക്കുകൾ അവിടെ ഇരിക്കും. ഈ സദസ്സിൽ അതാണ് പറഞ്ഞത്, അള്ളാഹു നിശ്ചയിച്ച മലക്കുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നല്ല, എത്രയോ മലക്കുകൾ. അവരിങ്ങനെ കൂട്ടത്തോടെ നടക്കുകയാണ്. എവിടെയെങ്കിലും അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള സംസാരങ്ങളോ ചർച്ചകളോ നടക്കുന്നുണ്ടോ? അത്തരമൊരു സദസ്സ് കണ്ടാൽ ഈ മലക്കുകൾ അവിടെ ഇരിക്കും. എന്നിട്ട് അവര് അള്ളാഹുവിനോട് വിവരം പറയും. എന്താ പറയാ? പടച്ചവനെ, ഞങ്ങളൊരു കൂട്ടം ആളുകളെ കണ്ടു, അവർ നന്നെ എന്ത് ചെയ്യാണ് അവര് എന്നാ. അപ്പൊ പറയും, മലക്കുകൾ പറയും, അവർ നന്നെ പ്രകീർത്തിക്കുകയാണ് അവര്. അപ്പൊ അള്ളാഹു ചോദിക്കും, സഹീഹ് ബുഖാരി മുസ്ലിമിന്റെ ഹദീസുകളാണ് ഈ പറയുന്നതൊക്കെ. അപ്പൊ അള്ളാഹു ചോദിക്കും, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരെന്നെ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? എന്നെ കണ്ടിരുന്നെങ്കിൽ അവരെ പ്രശംസയും പ്രകീർത്തനവും പറഞ്ഞാൽ തീരുമോ? ഇതിനേക്കാൾ ഏറെ ശക്തമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു ചോദിക്കും മലക്കുകളോട്, അവരെന്താണ് ആവശ്യപ്പെടുന്നത്? അവർക്ക് സ്വർഗം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് തമ്പുരാന്. സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടറിവേ ഉള്ളൂ. സ്വർഗമെങ്ങാനും അവർ കണ്ടിരുന്നെങ്കിലോ ഇപ്പോഴുള്ളതിനേക്കാളേറെ തീവ്രമായി അവരത് ആവശ്യപ്പെടുമായിരുന്നു. പിന്നെ എന്താ അവർ ചോദിക്കുന്നത്? നരകത്തിൽ നിന്ന് കാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നരകത്തിന്റെ ഭയാനകത അവർ കണ്ടുവോ? ഇല്ല. കണ്ടിരുന്നെങ്കിലോ ഇപ്പോഴുള്ളതിനേക്കാൾ തീവ്രമായി അവർ രക്ഷ തേടുമായിരുന്നു. എങ്കിൽ അള്ളാഹുവിന്റെ വാക്ക്, അവരറിയിച്ചേക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തിരിക്കുന്നു എന്ന്, അവരുടെ തെറ്റുകൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്ക് അറിയിച്ചു കൊടുത്തേക്ക്. അന, മറ്റൊരു ഹദീസ്, ഞാൻ അല്ലാഹ് പറയാ, അന എന്തി അബ്ദി, ഒരടിമക്ക് എന്നെ പറ്റി എന്താ തോന്നുന്നത് അതാണ് ഞാൻ. ഒരടിമക്ക് എന്നെ പറ്റി എന്താ തോന്നുന്നത് അതാണ് ഞാൻ. അതിന്റെ അർത്ഥം എന്താ? അള്ള എന്നെ നോക്കൊന്നുമില്ല, ശ്രദ്ധിക്കൊന്നുമില്ല എന്നർത്ഥം വിചാരിച്ച അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള തീരുമാനിക്കൂ. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ തന്നെ അള്ളാഹു എല്ലായ്പ്പോഴും ചെയ്തിട്ട് അള്ളാഹു ഒരു പ്രതികാരദാഹിയായി നിൽക്കുന്നു എന്നല്ല. സുബ്ഹാനല്ലാഹ്, ആ ചിന്ത അള്ളാഹ്ക്കില്ല. പക്ഷെ നമ്മളെ ഒരു മര്യാദ പഠിപ്പിക്കുകയാണ് പ്രവാചകന്റെ ഹദീസ്, ഖുദ്സിയ ഹദീസ്. അള്ളാഹു പറയുന്ന വാക്കുകളായിട്ട്, അന ഇൻദ ലന്നി അബ്ദി ബി, ഒരടിമക്ക് എന്നെ പറ്റി എന്താ വിചാരം? എന്റെ റബ്ബ, അവൻ എന്നെ കൈയൊഴിയില്ല, അവൻ എന്നെ സഹായിക്കും, അവൻ എന്റെ തെറ്റ് മാപ്പാക്കും, അവൻ എന്നെ നന്മയിലേക്ക് വഴി കാണിക്കും, അവൻ എന്റെ വിഷമങ്ങളൊക്കെ തീർത്തു തരും. ഇങ്ങനെ അള്ളാഹിനെ പറ്റി സൽവിചാരം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോ അള്ളാഹു അതാണ് ആ നിലക്ക് പെരുമാറും. വൈൻ ദക്കറനി ഫീ നഫ്സി,
ഒരടിമ അവന്റെ മനസ്സിൽ എന്നെ പറ്റി വിചാരിച്ചാൽ സക്കർതുഹു ഫീ നഫ്സി, ഞാനും എന്റെ മനസ്സിൽ അവൻ വിചാരിക്കും. അള്ളാന്റെ മനസ്സിന്റെ ഉദ്ദേശം എന്താണ് പറയാൻ കഴിയില്ല, ആ വാക്ക് പരിഭാഷപ്പെടുത്താനേ പറ്റുള്ളൂ. ഒരാൾ മനസ്സുകൊണ്ട് അള്ളാഹനെ വിചാരിച്ചാൽ പടച്ചവനും അതുപോലെ തന്നെ അള്ളാഹും അവനെ പറ്റി മനസ്സിൽ വിചാരിക്കും. വൈൻ സക്കറനി ഫീ മലയിൻ, ഒരു സദസ്സിൽ വെച്ച് അവൻ എന്നെ പറ്റി സംസാരിച്ചാൽ സക്കർതു അൻഹു ഫീ മലയിൻ ഖൈറൻ മിൻഹു, അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സദസ്സിൽ അവനെ കുറിച്ച് ഞാൻ സംസാരിക്കും. ഞാനൊരു വലിയ ആളല്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ഇപ്പോ അള്ളാഹിനെ പറ്റിയാണ്. അള്ളാഹു എന്നെ പറ്റി മെച്ചപ്പെട്ട മലക്കുകളുടെ മുമ്പിൽ സംസാരിക്കും. ഇത് സത്യമാണ്, യാതൊരു സംശയമില്ല. നിങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരു നാലാളെ മുമ്പിൽ, കുട്ടികളെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ അള്ളാഹിന്റെ മഹത്വത്തെ പറ്റി നിങ്ങൾ സംസാരിക്കുമ്പോൾ, അള്ളാഹിന്റെ കാരുണ്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ അള്ളാഹ് നിങ്ങളെപ്പറ്റി മനുഷ്യരെക്കാൾ മെച്ചപ്പെട്ട മലക്കുകളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അവന് എന്റെ അരികിലേക്ക് ഒരു ചാണെടുത്താൽ തഖറത്തു ഇലൈഹി ബാൻ, ഞാൻ അവന്റെ അടുത്തേക്ക് ദിറാൻ, ഒരു മുഴ എടുക്കും. നമ്മൾ അള്ളാഹിനോട് ഒരു ചാണെടുക്കുക, ഇത്തിരി എടുക്കുമ്പോ അതിന്റെ ഇരട്ടി അങ്ങോട്ട് ഒരു മുഴ അങ്ങോട്ട് എടുക്കും. വൈൻ തഖറബ ഇലയ്യ ബാൻ, അവൻ എന്നോട് ഒരു മുഴമെടുത്താൽ തഖറബ ഇലൈഹി ദിറാൻ, ഒരു മുഴമെടുത്താൽ തഖറത്തു ഇലൈഹി ബാൻ, ഞാൻ അവനോട് ഒരു മാറെടുക്കും. ഇത്തിരി അങ്ങോട്ട് എടുക്കുമ്പോൾ അതിലേറെ അങ്ങോട്ട് എടുക്കുന്നത് അള്ളാഹു ഇങ്ങോട്ട് എടുക്കാൻ. അവൻ എന്റെ പക്കലേക്ക് നടന്നുകൊണ്ട് വന്നാൽ ജിഇതു ഇലൈഹി ഹർവല, ഞാൻ അവന്റെ പക്കലേക്ക് ഓടിയെടുക്കും. സദഖല്ലാഹ് വസദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അല്ലാഹ്. നാം മനസ്സിലാക്കി വെക്കേണ്ട അല്ലാഹ്, നാം അറിയേണ്ട അല്ലാഹ് നമ്മുടെ തെറ്റുകൾക്ക് ശിക്ഷ നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന, ഒരു നരകമുണ്ടാക്കി അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന ആ അർത്ഥത്തിലല്ല. അള്ളാഹിനെ പറ്റി എപ്പോഴും നല്ലത് വിചാരിക്കുക, അവനെ പറ്റി മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റുന്ന സമയത്ത് മനസ്സിൽ ഓർമ്മിക്കുക, അവനെ പറ്റി നല്ലത് പറയേണ്ട സന്ദർഭങ്ങളിൽ നല്ലത് പറയുക. അതെവിടെയായിരുന്നാലും ശരി, സാധിക്കുന്നിടത്തോളം അടുക്കുന്നവർ ഇഷ്ടമുള്ളവനവൻ, അങ്ങോട്ട് അടുക്കുന്നതിന്റെ ഇരട്ടിയിലായി ഇങ്ങോട്ട് അടുക്കുക. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ഹദീസുകൾ മൂന്നും വിശദീകരിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ദിക്റുകൾ കൂട്ടം കൂടി ഇരുന്ന് ചൊല്ലിയിരിക്കുക എന്ന അർത്ഥത്തിനല്ല, പകരം അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ആവർത്തിച്ച് പറഞ്ഞിട്ട് ഉറപ്പിക്കുകയും ചെയ്യുക എന്ന വിജ്ഞാന സദസ്സുകളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ വീക്ഷണമാണ് ഇതിൽ ശരി എന്നുള്ളതിനൊരു സംഭവം കൂടി പറഞ്ഞുതരാം, ദീർഘിപ്പിക്കാതെ. ക്ലാസ്സിലുണ്ടല്ലോ നിങ്ങള്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി, കൂഫ ഇസ്ലാമിന് കീഴ്പ്പെട്ട് കൂഫ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ നഗരമാണ്, അവിടെയാ താമസിക്കുന്നത്. അന്നൊരു നാൾ ആരോ വന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, പള്ളിയിൽ ചില ചെറുപ്പക്കാരിയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഓർമ്മയിലുണ്ട് ഈ വിഷയം, എനിക്കറിയാം, പക്ഷെ ഈ സംഭവം പഠിക്കാനത് വേണം. എന്താ അവർ ചെയ്യുന്നു വെച്ചു? അവര് തക്ബീർ ചൊല്ലുന്നുണ്ട്, അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. അവരെ മുമ്പിൽ കുറച്ച് കല്ലും ഇരിക്കുന്നുണ്ട്. ഇതാണ് എന്റെ ഹാലുകാർ. അപ്പൊ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അവിടെ ചെന്നു പയ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്തെടുക്കാന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരം കാത്തിരിക്കുകയാണ്, പുണ്യപ്പെട്ട കാര്യമാണല്ലോ. എന്താ നിങ്ങളുടെ മുമ്പിലെ കല്ല് എന്ന് വെച്ചു. അല്ല, അതിലിടക്ക് എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചു. അതിലിടക്കുള്ള സമയം വരുന്ന സൊള്ളി വർത്തമാനം കളയണ്ടല്ലോ, ഞങ്ങള് ഹംദും തസ്ബീഹും തഹ്മീദും ഒക്കെ ചൊല്ലാണ്. അപ്പൊ എന്താ നിങ്ങളെ മുന്നിലെ കല്ല് എന്ന് വെച്ചു. അത് ഈ ചെല്ലുന്നതിനൊരു എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ എന്ത് പറയും? സബ്ബിഹു എന്ന് പറയും, സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അപ്പൊ ഇരിക്കുന്നവരൊക്കെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിട്ട് ഈ കല്ല് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റിയേക്കും. അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ എണ്ണം തീർന്നാൽ അടുത്ത ഒരാൾ അല്ലെങ്കിൽ അയാൾ പറയും കബ്ബിറൂൻ, ഇനി നമ്മൾ അല്ലാഹുക്കൂർ ചൊല്ലാം. അപ്പൊ അവർ അല്ലാഹുക്കൂർ എന്നിട്ട് ഈ കല്ലൊക്കെ കൊണ്ട് മാറ്റിയേക്കും. ഇത്രയേ ഉള്ളൂ, വേറെ വേണ്ടാത്തതൊന്നും അവിടെ കാണാനില്ല. ഈ സംഭവം പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് സഹാബിയുടെ ദേഷ്യം പിടിച്ചിട്ട് ചോദിച്ചു, എടാ പുണ്യപ്രവർത്തികൾ നിങ്ങൾ എണ്ണി കണക്കാക്കണ്ട, പുണ്യങ്ങളുടെ രേഖ പടച്ചോന്റെ പക്കലുണ്ട്, പറ്റുമെങ്കിൽ പാപം എണ്ണാൻ നോക്ക്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ദേശത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു തീർന്നില്ല, അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പി തീർന്നില്ല, അദ്ദേഹത്തെ മറമാടിയ മക്ബ കബറിടത്തിലെ മണ്ണുടങ്ങി തീർന്നില്ല, അദ്ദേഹത്തിന്റെ അനുചരന്മാർ മരിച്ചു തീർന്നില്ല. അതിനു മുമ്പേ മതത്തിൽ ഒഴിഞ്ഞു പോകാടാ, വിദേഹത്തും അനാചാരം ഉണ്ടാക്കാടാ, എഴുന്നേറ്റ് പോകപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പയ്യന്മാരെ, ആ ചെറുപ്പക്കാരെ അവിടെ ആട്ടിപ്പായിച്ചു. ആ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയ കബറിലെ മണ്ണുണങ്ങിയില്ല,
പ്രവാചകൻ മരിച്ചിട്ട് അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പി തീർന്നില്ല, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ പൊട്ടി തീർന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ അനുചരന്മാർ മരിച്ചു തീർന്നില്ല. അതിനു മുമ്പേ വേണ്ടടാ ഈ മതത്തിൽ നിന്നുള്ള പാലായനം, മതത്തിൽ നിന്നുള്ള പിന്തിരിഞ്ഞോട്ടം? ആര് പഠിപ്പിച്ചു ഈ രീതി നിങ്ങൾക്ക്? ഞങ്ങൾ അള്ളാന്റെ പ്രവാചകൻ അനുയായികളാ, ഞങ്ങൾക്കാർക്കും ഇതറിയില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല, ഈ ജാതി ബിദഅത്തിന്റെ പിന്നാലെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരെ അവിടുന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾക്കിത് അറിയില്ല, ഇത്ര ഗൗരവം അറിയില്ലായിരുന്നു. ഇതാണ് ദിക്ർ ഹൽക്കല്ലേ, ദിക്ർ ഹൽക്ക, ആ പറഞ്ഞ പരിപാടിന്റെ മതപരമായ വിധി ഇതാണ്. ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടുകയും 33,000 വട്ടം, 52,000 വട്ടം, 22,000 വട്ടം നിങ്ങൾ ഇന്നത് ചൊല്ലുക എന്ന് പറയുകയും എല്ലാവരും കൂടി ഉറക്കെയോ പതുക്കെയോ കൂട്ടത്തോടെ ചൊല്ലുകയും ചെയ്യുന്ന സംഗതി ഒരു നല്ല ഉദാഹരണ, ഒരു നല്ല ബിദ്അത്തിന്. നല്ല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാവുന്ന നല്ല അർത്ഥത്തിനല്ല, കുറ്റകരമായ ബിദ്അത്ത്, അനാചാരത്തിന്റെ ഒരു നല്ല ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യത്തിന് മതപണ്ഡിതന്മാരും ശിങ്കിടികളും മതത്തിൽ കൂട്ടിക്കലർത്തുന്ന സമ്പ്രദായത്തിന്റെ ഒരു വലിയ ഉദാഹരണമാണ് മനസ്സിലാക്കുക. അത് 10,000 കൂടിയാലും 10 ആൾ കൂടിയാലും അങ്ങനെ സമ്പ്രദായമില്ല. പിന്നെ ഈ മജാലിസ് സിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഞാൻ ഈ പറഞ്ഞത്. അള്ളാന്റെ ദീന് പഠിക്കുക, മനസ്സിലാക്കുക, പഠനങ്ങൾ കൈമാറുക, ചിന്തകൾ കൈമാറുക. അത് ചിന്തകൾ കൈമാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഒരേ വിഷയത്തെപ്പറ്റി വിൽപ്പത്തിയും പിന്നെ ആഴമായി പഠിക്കുകയും ചെയ്ത വിവിധ പണ്ഡിതന്മാർ ഇന്നുകൊണ്ട് സംസാരിക്കുമ്പോഴേ, ആ ബോധമുള്ളവർ സംസാരിക്കുമ്പോഴേ, ഒരാൾ കണ്ടെത്തിയ ചിന്തകൾ മറ്റൊരുത്തിന് കൈമാറും, ഒരാൾ സൂചിപ്പിക്കുന്ന ചിന്തകൾ മറ്റുള്ളവർക്ക് കൈമാറും. അതൊരു വല്ലാത്ത സദസ്സ, അതൊരു വല്ലാത്ത ഉപകാരം കിട്ടുന്ന ഒരു സദസ്സ. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠനം, ചിന്ത, മുദാറസ, പിന്നെ ഉദ്ദേശിക്കുന്ന ഇതാണ്. അല്ലാതെ കുറെ ആളുകൾ കൂടി ഇരുന്നിട്ട് ചൊല്ലുക എന്നതല്ല. അപ്പോ അതിന്റെ വിധി അതാണ്. തനിച്ച് സാധിക്കുന്നിടത്തോളം ശബ്ദം താഴ്ത്തിയിട്ട് കൂട്ടത്തോടെ എല്ലാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തതെന്നറിയോ? കുറെ ദിക്റുകൾ പഠിപ്പിച്ചു തന്നു. എന്താണ് ആ ദിക്റുകൾ? പല വിധമാണ്. ചിലത് ദിക്റാണ്, എപ്പോ വേണമെങ്കിലും ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു, സമയമല്ല, ദിവസമല്ല, ഒന്നും നിശ്ചയിക്കാതെ. വേറെ കുറെ ദിക്റുകൾ പഠിപ്പിച്ചു തന്നു, ചില വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്, വസ്ത്രം ധരിക്കുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വേറെ ചില ദിക്റുകൾ പറഞ്ഞു തന്നു, 100 തവണ, 10 തവണ, 33 തവണ എന്നെല്ലാം കൂടി പറഞ്ഞുകൊണ്ട്, എണ്ണം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ എല്ലാം കൂടി പറഞ്ഞു തന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോവുകയും ചെയ്തു. ഇനി ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഓർക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തെപ്പറ്റി അറിയേണ്ട ഒരു കാര്യം, എന്താണ് ഇത്രയധികം പ്രാധാന്യം അല്ലാഹു ഈ ദിക്ർ എന്ന കാര്യത്തിന് കൊടുക്കാൻ കാരണം? മനസ്സുകൊണ്ടുള്ളതായാലും ഈ വായ കൊണ്ടിങ്ങനെ ദിക്ർ പറയുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടായി. എന്താണ് ആ വലിയ പ്രയോജനം എന്ന് പറയുന്നത്? ഒരാള് ജീവിതത്തിന്റെ അയാളുടെ ഈ യാത്രയിലൊക്കെ പുലർന്ന് ഉണർന്ന് ഉറങ്ങുന്നത് വരെ വിവിധ തരം ജോലികളോ കർമ്മങ്ങളോ ചെയ്യുന്നിടക്കൊക്കെ അയാളുടെ വായ മനസ്സിന്റെ സാന്നിധ്യം വിടാതെ അയാൾ ഈ ദിക്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ സൃഷ്ടിയും തന്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം നല്ല ബന്ധമാണ്. ഒരു ദിവസം ആലോചിച്ചു, ഒരു ദിവസമെങ്കിലും ഓർക്കാണ്ടോ അങ്ങനെ? ഞാൻ രാവിലെ എഴുന്നേറ്റ് മുതൽക്ക് രാത്രി കിടക്കണ വരെ അന്ന് പറയാൻ പറഞ്ഞ ദിക്റുകളൊക്കെ പറഞ്ഞിട്ട് തന്നെ ഞാൻ ജീവിച്ചത് എന്ന് പറയാൻ. ആലോചിച്ച് നോക്കൂ നമ്മുടെ അവസ്ഥ, പരിതാപകരമായ അവസ്ഥ. ഒരു ദിവസം പറയാനില്ല നമ്മിൽ പലർക്കുമല്ലേ? പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മനസ്സിലാക്കിയിടത്തോളം എന്നാ ഞാൻ പറഞ്ഞു, മനസ്സിലാക്കിയിടത്തോളം. ആലോചിച്ച് നോക്കൂ, നമുക്ക് രക്ഷപ്പെടണ്ടേ? നമുക്ക് രക്ഷപ്പെടണ്ടേ? അപ്പൊ ഒരു വ്യക്തി ഇങ്ങനെ പാലിക്കുമ്പോൾ ആ വ്യക്തിയും അവന്റെ സൃഷ്ടാവും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇങ്ങനെ കൂടെ പോവുക. ആ കൂടെ പോകുന്നൊരു മെച്ചെന്താന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു തക്കവുണ്ട്, ഒരു സൂക്ഷ്മത, അതിനിത് അയാൾക്ക് ഇങ്ങനെ സഹായകമാവും. എന്താ ഇഹ്സാൻ, എന്താണ് ഒരു മനുഷ്യന്റെ നന്മ എന്ന് ചോദിച്ചു. നന്മ ചെയ്യൽ എന്താന്ന് വെച്ചാൽ മനുഷ്യന്റെ നന്മ എന്താന്ന്. ഒരു മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞാല് അയാൾ പടച്ചോർക്ക് ഇബാദത്ത് ജീവിക്കും. അയാൾ അള്ളാനെ കാണുന്ന മാതിരി അയാളെ കണ്ടാ തോന്നുക. അയാൾ അള്ളാനെ കാണുന്നില്ലെങ്കിലും അയാളെ കാണുന്നുണ്ടല്ലോ. ഒരു വല്ലാത്തൊരു സുഖാണ്. അതുകൊണ്ട് കിട്ടുന്ന ഒരു വലിയ സുഖം എന്താന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിനുണ്ടാകുന്ന ഒരു സ്വസ്ഥതയാണ്. അല ബിദിക്രില്ല തത്മഇന്നുൽ ഖുലൂബ്.
അല്ല അറിയുക, ബിദിക്രില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ മനുഷ്യ മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുന്നു. ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ സ്വർണം നൽകാം, സ്വർണം കൂട്ടിത്തരാം, ഭൗതിക സുഖങ്ങൾ വാരിക്കോരിത്തരാം, അയാൾക്ക് രോഗമുണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഗ്യാരണ്ടി ഖുർആൻ നൽകിയില്ല. എല്ലാം ഉണ്ടായത് വരും, ചിലപ്പോൾ പരീക്ഷണമായതും വരും. എന്നാൽ ഒരു ഗ്യാരണ്ടി ഉണ്ടെന്താണെന്നറിയോ? അയാൾക്ക് ലഭിക്കുന്ന മനുഷ്യന്റെ മനസ്സമാധാനം. സഹാബ കിറാം റളിയല്ലാഹു അൻഹും ഇസ്ലാമിലേക്ക് വന്ന ആദ്യകാല സഹാബികൾക്ക് അവരിൽ പലരും ഷഹീദാവുകയോ ബദർ പോലെയുള്ളതിൽ കൊല്ലപ്പെടുകയോ ഷഹീദാവുകയോ ചെയ്തു. അതിനിടക്ക് മരിച്ചു പോവുകയോ ചെയ്തവരുണ്ട്. അവർക്ക് ഇസ്ലാമിന്റെ കിട്ടിയ ഭൗതികമായ സുഖത്തിന്റെ ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരൊക്കെയും ശാന്തമായൊരു ജീവിതം, ശാന്തമായൊരു ജീവിതം. അല്ലലുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പട്ടിണിയുണ്ട്, പരിഹാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ജീവിതം വളരെ ശാന്തമാണ്. അതാണ് ഉമർ അള്ളാഹുവിനൊക്കെ ചോദിക്കുന്നത്, പ്രവാചകരെ നമ്മൾ അള്ളാന്റെ ആളുകളല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഈ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെന്ന് ഹുദൈബിയ സന്ധിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കൊല്ലപ്പെടുമ്പോ അവസാനത്തെ വാക്ക് ഫുസ്തു റബ്ബിൽ കഅബ, കഅബയുടെ നാഥനാണ്, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. അവിചാരിതമായി എതിർക്കാൻ പറ്റാത്തൊരു സമയത്ത് ചതിയിൽ കൊല്ലപ്പെടുകയാണ്. അവരുടെ ശത്രുവിന്റെ ചതിച്ചുകൊണ്ട് ശത്രു അയാളെ കൊല്ലുകയാണ്, പുറത്ത് ഏറിൽ പിന്നെ അമ്പേൽക്കുകയാണ്, വെട്ടേൽക്കുകയാണ്, മരിച്ചു വീഴാൻ പോവുക. മരിക്കുമെന്ന് ഉറപ്പായപ്പോ സഹാബിയുടെ പ്രതികരണം ഫുസ്തു വറബ്ബിൽ കഅബ, കഅബന്റെ നാഥനാണ്, ഞാൻ ജയിച്ചു. ബാക്കിയുള്ളവർ നോക്കി എന്റെ കാര്യം സലാമത്തായി. എന്തോ ഒരു ശാന്തി, എന്തോ ഒരു സമാധാനം. ഇന്ന് നമ്മുടെയൊക്കെ ചെറുപ്പക്കാര്, സ്ത്രീകള്, കുട്ടികള്, പഠിക്കുന്നവരെ ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യാപകമായ വിഷയം എന്താന്ന് പറഞ്ഞാൽ മാനസികമായ അസ്വസ്ഥത. പ്രവാസിയെ പറയണ്ട, പ്രവാസിക്ക് അതേ ഉള്ളൂ എന്ന് തോന്നും പലപ്പോഴും, അല്ലേ? ഇവിടെ നിന്നാൽ അസ്വസ്ഥത, നാട്ടിൽ പോയ അസ്വസ്ഥത, ജോലിയിൽ അസ്വസ്ഥത, എന്തിലും ഒരു തരം അസ്വസ്ഥതയും ബേജാറും. മാനുഷികമായ ഒരു ബേജാറുണ്ടാവും. അത് പ്രവാചകരിലും കാണാറുണ്ട്. ശത്രു വരുന്നു, കാറ്റടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതല്ല പറയുന്നത്. ആ പരിധി വിട്ട് അങ്ങോട്ടുള്ള ഒരു തരം രോഗാവസ്ഥയിലെത്തുന്ന ഒരു അസ്വസ്ഥത. ഏറ്റവും അധികം പോപ്പുലറായി തീരുന്ന ഒരു വിഷയം എന്താ അറിയോ? കൗൺസിലിംഗ് ആണ്. കല്യാണം കഴിക്കാൻ പോണവർക്ക് കൗൺസിലിംഗ്. കല്യാണം തുടങ്ങി 1 മാസം പ്രായമായവർക്ക്, എന്തിന്? കുട്ടിക്കല്ല, കല്യാണ ജീവിതത്തിന് 1 മാസം പ്രായമായ കൗൺസിലിംഗ്. ഉമ്മയാവാൻ പോകുമ്പോൾ കൗൺസിലിംഗ്, എല്ലായിടത്തും. ആരോടെങ്കിലൊക്കെ അത് പറഞ്ഞു തേടിയെങ്കിലല്ലാതെ മനസ്സമാധാനം കിട്ടാത്ത അവസ്ഥ ഭയങ്കര. അതിലെ നന്മകളെ ഞാൻ ശ്ലാഘിക്കുന്നു. എല്ലാം കുറ്റകരമാണെന്ന് ഞാൻ വിമർശിച്ചിട്ടുമില്ല. എല്ലാം അതൊരു വൈദ്യശാസ്ത്ര മേഖലയാണ്, അംഗീകരിക്കുന്നു. പക്ഷെ എല്ലാം അതല്ലല്ലോ. എന്താ ഇവിടുത്തെ വിഷയം? മനുഷ്യ മനസ്സിന് പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ആ സലാം വീട്ടി, അറബിയിൽ പറയാൻ കഴിയില്ലായിരുന്നു, അതുകൊണ്ട് സലാം വീട്ടി ഇരുന്നിട്ട് അള്ളാനെ പ്രശംസിക്കാവുന്ന വാക്കുകൾ കൊണ്ടൊക്കെ പ്രശംസിച്ചിട്ട് ഇത് നോക്ക്, ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി നീ എന്ത് തീരുമാനം എടുത്താലും ഞാനത് സ്വീകരിക്കും, അല്ലാണ്ടെന്താ? അതല്ലൊരു മുസൽമാന് കിട്ടേണ്ട സമാധാനം. ഇനി യാത്ര പോവേണ്ടി വന്ന് നീ ആയിരിക്കും ഇവിടുന്ന് കാലാകാലത്തേക്കുള്ള യാത്ര. അപ്പോഴും നമ്മളെക്കാൾ കഴിവുള്ള ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോകുന്നത് കുടുംബത്തെ. എല്ലാം ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ആവുന്നതൊക്കെ. ആയുസ് ഇത്രയേ ഉള്ളൂ, നമുക്ക് അറിയില്ലായിരുന്നല്ലോ. വെറുതെ ഇരുന്നില്ല, ശ്രമിച്ചാണ്. നീ തിരിച്ചു വിളിക്കുക, പോരാ, തന്നെ ഏൽപ്പിക്കുന്നു. തവക്കുൽ എന്ന് പറയുന്ന ഒരു സ്വസ്ഥത, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം, നമസ്കരിച്ച് വീടുമ്പോഴുള്ള സ്വസ്ഥത, ഹജ്ജും ഉംറയും നോമ്പ് മനുഷ്യച്ച് തീരുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന സ്വസ്ഥത, ശാന്തി, അതൊരു വിശ്വാസിക്ക് നഷ്ടമായാൽ പിന്നെ അവൻ ശരിക്ക് പരിശോധിക്കണം താൻ എന്ത് കർമ്മങ്ങളാണ് ഈ ചെയ്തു കൂട്ടുന്നത്. മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു വീക്കിലിയുടെ പുറഞ്ചട്ട ഒരിക്കലെപ്പോഴോ ഇരുന്ന് ഒരു 2-3 ലക്കത്തിന്റെ ഞാൻ വായിക്കാനിടയായി. ക്രിസ്തുമത വിശ്വാസികൾ നടത്തുന്ന ധ്യാന കേന്ദ്രങ്ങളിൽ പങ്കെടുത്ത സൈനബയും പാത്തുമ്മയും ചിത്രസഹിതം പറഞ്ഞ വാക്കുകളാണ് അതിന്റെ പുറഞ്ചട്ടയിലുള്ളത്. ഇത്രകാലം 10-35 കൊല്ലം നിസ്കരിച്ചിട്ട് കിട്ടാത്ത, ഞങ്ങൾ മുസ്ലിമായി ജീവിച്ചിട്ട് കിട്ടാത്ത ഒരു ആനന്ദം, സ്വസ്ഥത, ശാന്തി ധ്യാന കേന്ദ്രങ്ങളിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് ഈ പാത്തുമാന്റെയും സൈനബാന്റെയും ഒക്കെ സാക്ഷ്യപത്രം. നിസ്കരിച്ചത് ഒരു സമാധാനത്തോടല്ലോ, അള്ളാഹിനോട് സ്നേഹത്തോടെയല്ലോ, ഒരു ഭാരമായിട്ടല്ല 36 നിസ്കരിച്ചത്. പിന്നെ എന്ത് ശാന്തി ലഭിക്കാനവിടുന്ന്, എന്ത് സമാധാനം ലഭിക്കാനവിടുന്ന്? പറഞ്ഞ ഒരു വാക്കിന്റെ അർത്ഥം പഠിച്ചിട്ടില്ല, എന്താ ചെയ്യുന്ന കർമ്മത്തിന്റെ മൂല്യമൊന്നും മനസ്സിലായില്ല. പിന്നെ അങ്ങനെ നിസ്കരിച്ചു കൂട്ടി ഒരു ഭാരക്കണക്കിന് സമാധാനം കിട്ടിയില്ല.
അപ്പോ തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുന്ന ആശയം അതാണ്. ഒരാൾ ഇങ്ങനെ ഒന്ന് മാറി നോക്കി, നമ്മൾ ഇങ്ങനെ ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ ഒരു സ്വസ്ഥ, ഞാൻ ജീവിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി തെറ്റുകൾ സംഭവിക്കുന്ന അള്ളാഹ് പുറത്തു തരും. അതിന്റെ അർത്ഥം പിന്നെയും തെറ്റ് ചെയ്യുമെന്നല്ല. അള്ളാഹ് വിശാലനാണ്, അവൻ തീരുമാനിച്ച സുഖങ്ങളേ ഉള്ളൂ, പ്രാർത്ഥിച്ചാ സ്വീകരിക്കാന്ന് പറഞ്ഞാണ് ഞാൻ ഈ റൂട്ടിൽ ഇങ്ങനെ വരുന്നു എന്ന് പറയുന്ന മനുഷ്യൻ എന്തൊരു സമാധാനാണ്. എത്ര സ്ഥലത്ത് അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ട് ഖുർആനിലൊക്കെ. അപ്പൊ അതാണ് അതിന്റെ വിഷയം, അതിന്റെ പ്രയോജനമാണ് ഞാൻ ഈ പറഞ്ഞത്. വെറും കാര്യം വെറുതെ അല്ല എന്നർത്ഥം. എങ്കിൽ എനിക്കിനി പറയാനുള്ള ഒരു കാര്യം, ഈ ദിക്റിന്റെ ഭാഗന്റെ മേഖല ഉണ്ടല്ലോ, ഒരുപാട് ബിദ്അത്തുകൾ കടന്നുകൂടിയ ഒരു മേഖല, ഒരുപാട് ബിദ്അത്തുകൾ. എന്താണ് വിഷയം? ഒരുപാട് പേര് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വന്തമായി കുറെ ദിക്റുകൾ എഴുതിണ്ടാക്കി. ഇപ്പൊ ഞാനും നിങ്ങളൊരു ദിക്ർ എഴുതിയാൽ മലയാളത്തിലേ ആവുള്ളൂ, കാരണം നമ്മുടെ മാതൃഭാഷ അതാ. അറബി മാതൃഭാഷയായവൻ ദിക്ർ എഴുതിണ്ടാക്കിയാൽ അത് അറബിയിലാവും. ആ ദിക്റിന്ന് കുറച്ചെടുത്ത്, ഈ പ്രാർത്ഥന നിന്ന് കുറച്ചെടുത്ത്, ഈ ആയത്തുനിന്ന് കുറച്ചെടുത്ത്, ഈ ഹദീസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരുപാട് പേരുണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കൽ ഒറ്റയടിക്ക് കുറ്റകരമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഒരാൾക്ക് തോന്നിയുണ്ടായിക്കോട്ടെ, ചൊല്ലിക്കോട്ടെ, അയാൾക്ക് ആ ബോധം ഉണ്ടെങ്കിൽ. പക്ഷെ അത് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? അത് അയാൾ നടപ്പിൽ വരുത്തി പ്രചരിപ്പിച്ചു. എന്തിനെ അവഗണിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളെ അവഗണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിവിധതരം ദിക്റുകളുടെ സ്ഥാനത്ത് ഈ റെഡിമെയ്ഡ് ദിക്റുകൾ ഫിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. എന്നിട്ട് പലതിനും എണ്ണം നിശ്ചയിച്ചു. ഇത്ര എണ്ണം തെറ്റാതെ ഇത്ര തവണ, ശനിയാഴ്ച, തിങ്കളാഴ്ച, ഞായറാഴ്ച, ഉച്ചക്ക്, രാവിലെ എന്നൊക്കെ നിശ്ചയിച്ചു. ഒരു വലിയ മേഖല, അനാചാരത്തിന്റെ, ബിദ്അത്തിന്റെ ഒരു വലിയ മേഖല ആ ഭാഗത്ത് തുറന്നു കിടക്കുന്നു. അതിലേറ്റവും അധികം പങ്കെടുത്തവർ സൂഫിയാക്കളാണ്. മറ്റൊരു കൂട്ടര് തെരീക്കത്തിന്റെ ആളുകളും, സൂഫിസത്തിന്റെ പിറകിൽ നിന്ന് വന്നവര് തെരീക്കത്തിന്റെ ആളുകളും. തെരീക്കത്തിന്റെ ആൾക്കാരെ ദിക്ർ കേൾക്കണമെങ്കിൽ അല്ലാഹ് 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 അല്ലാഹ്, അങ്ങനെ ഒരു ദിക്റേ ഇല്ല. അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞൊരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അല്ലാഹു അക്ബർ ദിക്റാണ്, അൽഹംദുലില്ലാഹ് ദിക്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റാണ്. പക്ഷെ അല്ലാഹ് അല്ലാഹ് ഇങ്ങനെ ദിക്റുണ്ടോ? ഇല്ല. ഒരിങ്ങനെ കാണാൻ ഇരുന്നിങ്ങനെ ചൊല്ലണം അല്ലാഹ്, ഒരു പ്രത്യേക ടോണില്. അത് ചിലര് ഷോർട്ട് ഫോം ആക്കി, ഹു ഹ ഹി എന്നൊക്കെ. തമാശയല്ല, അവർ പുസ്തകത്തിലുള്ളതാണ്. അള്ളാഹു എന്നതിന്റെ ഷോർട്ട് ഫോം ഹൂ ഹു. അപ്പൊ അള്ളാഹു കുറെ പറഞ്ഞതിന് ശേഷം എന്താ പറയാ? ഹൂ ഹു എന്നേ പറയുള്ളൂ. എന്താ ഹൂ ഹു? ഹൂ ഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ്. ആ ജാതി കോലത്തിൽ പെരുപ്പിച്ചുണ്ടാക്കി, പറഞ്ഞുണ്ടാക്കി. വേറൊരു കൂട്ടർ കുറച്ചുകൂടി പരിവർത്തനപ്പെടുത്തിയിട്ട് എന്താക്കിയെന്നറിയോ? പാട്ടാക്കി, അള്ളാഹിനെ പ്രകീർത്തിക്കുന്ന പാട്ട്. അതാണ് ഇപ്പൊ സൂഫിയാക്കൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ, പാകിസ്ഥാനിൽ ഉണ്ടാക്കിയ കവാലിയൊക്കെ അതിന്റെ ഒരു ഭാഗ പാട്ട്. അള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ട് തബല മുട്ടി ഹാർമോണിയം വായിച്ചിട്ട് അള്ളാഹിനെ പ്രശംസിക്കല്. തമാശ തോന്നും മലയാളിന്റെ ബുദ്ധി, പിന്നെ വിവരമില്ലായ്മേ. ഭക്തിഗാനം അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇസ്ലാമില്? ഭക്തിഗാനം എന്ന് പറഞ്ഞ സാധനം ഇസ്ലാമിലുണ്ടോ? പറയണോ? ഭക്തിഗാനം ഉണ്ടോ? ഈ സംഗീതോപകരണങ്ങൾ മുട്ടിയിട്ട് ഒരാൾ പാടിയാൽ അത് ഭക്തിയാ? ഇസ്ലാമിനെ കളിയാക്കലില്ലേ അത്? ചിലപ്പോഴൊക്കെ കേട്ടു പരലോകത്തിന്റെ വിപുലതയാ പറയുന്നത്. തലേ തട്ടടാത്തൊരു പെണ്ണും ചക്കനും എല്ലാവരും കൂടി ഇത് മുട്ടിയിട്ട് പരലോകത്തിന്റെ ഭയാനകത, സുബ്ഹാനല്ലാഹ്, അള്ളാഹനെ കളിയാക്കുന്നു. മലയാളിയിലെ മുസ്ലിമിന്റെ പേരെന്താ അറിയാം? ഭക്തി. ഇസ്ലാമിലൊരു ഭക്തി ഗാനമില്ലടോ. ഭക്തിക്ക് വേണ്ടി ഗാനമില്ല, അങ്ങനെ ഒരു സാധനമില്ല. ആ പ്രയോഗം പോലും തെറ്റാ, അങ്ങനെ സംഗതി ഇല്ല. അങ്ങനെ ഗാനശേഖ ഉണ്ടാക്കി. വേറെ ചിലരെന്താക്കി? കയ്യൊട്ടാൻ തുടങ്ങി. അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും കയ്യൊട്ടലോട് കയ്യൊട്ടൽ. വേറെ ചിലരെന്തായി? ആടാൻ തുടങ്ങി. വെറുതെ അങ്ങനെ പറഞ്ഞതിന് പകരം ഒരാട്ടം തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. വേറെ ചിലരത് ആണും പെണ്ണും എല്ലാം കൂടി കൈ കോർത്തിട്ട് ശരിക്കും നൃത്തം തന്നെയായി. സുഡാന്റെ ഒരു ചാനലുണ്ട് ഇവിടെ, എനിക്ക് കിട്ടാവുന്ന കണ്ട ഒരു ചാനലാണ് ഞാൻ പറഞ്ഞത്. അറബി ചാനലോ അല്ലെങ്കിൽ ഏതൊന്നില് കിട്ടാറുണ്ട്. ഒരു തെരീക്കത്തിന്റെ ചാനല. 24 മണിക്കൂറും ഇതാണ് പരിപാടി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട് ആണും പെണ്ണും, അന്യ ആണും പെണ്ണെല്ലാം കൂടി കൈകോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ആടി ആടി കളിക്കുന്നത്. പിന്നെ പശ്ചാത്തലത്തിൽ ഈ തബല പോലത്തെ ഒരു ഉപകരണത്തിന്റെ ശബ്ദം ഉണ്ടാവും 24 മണിക്കൂറും. ഇതാണ് പുണ്യെന്ന വിചാരം. അപ്പോ വളരെ വലിയൊരു മേഖല ഈ തെറ്റിന്റേതായി അവിടെ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഈ കൂട്ടത്തിൽ എനിക്കൊരു കാര്യം കൂടി പറഞ്ഞ എന്റെ വിഷയത്തിന്റെ അവസാനത്തേക്ക് പോവാം. അതെന്താ? ഈ തസ്ബീഹ് ഉണ്ടല്ലോ നമ്മൾ കൊണ്ടു നടക്കുന്ന മുസബ്ബിഹ, എന്താ അതിന്റെ വകുപ്പ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, തഹ്മീദ് ചൊല്ലിയിട്ടുണ്ട്, ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. കാന യുസബ്ബിഹു ബി യമീനിഹി എന്ന ഹദീസിലെ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ കൊണ്ട്, വലത്തേതെന്ന് കൃത്യമായി അർത്ഥം പറയേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം വേറെ ഹദീസുകളിൽ 2 കൈയും ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചൊല്ലിയതൊക്കെ കൈകൾ കൊണ്ടാണ്, കൈകൾ കൊണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെടുത്ത് പോയി പറയുന്ന വാക്കുണ്ട്, ബിൽ അനാമിൽ, നിങ്ങൾ വിരല് കൊണ്ട് എണ്ണിക്കട്ടോ, ഫൈനഹുന്ന മസ്ഊലാത്തുൻ വ മുസ്തൻകിദാത്തുൻ, ഈ വിരലുകൾ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും, സംസാരിക്കും ചെയ്യും, ഇവ നാളെ സാക്ഷി പറയും. അതുകൊണ്ട് നിങ്ങൾ തസ്ബീഹുകളും തക്ബീറുകളും വിരൽത്തുമ്പുകൾ കൊണ്ട് ചെല്ലുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീറുന്നൊക്കെ ചൊല്ലിയത്, എണ്ണം പിടിച്ചത് കൈകൾ കൊണ്ടാണ്. സഹാബി വനിതകളോട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതായി കാണുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ ചില കല്ലുകളോ മറ്റോ ഉപയോഗിച്ചു എന്നുള്ള ഒരൊറ്റ സംഭവം സഹിയല്ല. സഹാബികളിൽ ആരെങ്കിലും അവൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരുപാട് കഥകളുണ്ട്. ഒരൊറ്റൊന്നും വിശ്വാസയോഗ്യമായ റിപ്പോർട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴേ പറ്റി പറയുമ്പോഴേ അതിലൊരു തസ്ബീഹ് ഉണ്ടായിരുന്നു ഒരു കഥ ഉണ്ട്. കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുക, അബദ്ധാണ് എന്നാലും കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം കിട്ടിയ അനന്തര സ്വത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു തസ്ബീഹ് ഉണ്ടായിരുന്നു. ഏതോ അർത്ഥം കൂട്ടിച്ചേർത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നബിയുടെ ഭാര്യമാരോ സഹാബികളോ ആരെങ്കിലും തസ്ബീഹിന് സമാനമായ എന്തെങ്കിലും ഒരു സാധനം, കല്ലോ അല്ലെങ്കിൽ മുത്തോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും കുരുക്കളോ എന്തെങ്കിലും ഉപയോഗിച്ചു എന്ന ഒരൊറ്റ റിപ്പോർട്ടും ഇല്ല. ഏത് കാലത്താണ് ഇത് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നതെന്ന് പറയാനും കഴിയില്ല. ഞാനതിന്റെ വിധി പറയുകയല്ല, ഭയപ്പാടോടെയല്ല, സൂക്ഷ്മത കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആ വിഷയത്തെ കാണേണ്ടത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല, ഇതിന് സമാനമായ അക്കാലത്തുള്ള എന്തെങ്കിലുമോ. സഹാബാ കിറാമിനും ഈ ഇങ്ങനത്തെ ഒരു വസ്തു സാധനം പരിചയമില്ല. അത് മനസ്സിലാക്കുക. ആ കാര്യത്തിൽ ഒരു കാര്യം കൂടി കേൾക്കുക. മദീനയിലെ പള്ളിയില് കല്ലോണ്ട് തസ്ബീഹ് ചെയ്യാൻ സുഖ. കാരണം എന്താ? കാർപ്പറ്റല്ല, വെറും മണലും മണ്ണും അതായത്. അവിടെ മണലും കല്ലും ഒക്കെ താഴത്ത് കിടക്കണത്. മണലില് കിടക്കുന്ന ചെറിയ കല്ലില്ലേ, അതെടുത്തിട്ട് പോലെ പള്ളിക്ക് കുത്തിരുന്ന് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് സുഖ. പായലിന്റെ മണലല്ലേ, മണലിൽ കാണുന്ന ചെറിയ കല്ലുകൾ കയറി കിടക്കുന്ന ആ മണലാണ് മദീന പള്ളിയിൽ. ഒരിക്കൽ പോലും അത് ഉണ്ടായില്ല. പിന്നെ ഈ ഒക്കെയും പ്രവാചകനെ പറ്റിയോ സഹാബാക്രാമനെ പറ്റിയോ പറഞ്ഞുണ്ടാക്കപ്പെട്ടവ മാത്രമല്ല, ലോകത്തറിയപ്പെട്ടിടത്തോളം ബുദ്ധമതക്കാര്, ഹിന്ദുമതക്കാര്, ക്രൈസ്തവര് തുടങ്ങിയ ഇതര മതവിഭാഗങ്ങളിൽ ഇത്തരമൊരു ജപമാല സമ്പ്രദായത്തെപ്പറ്റി നിലനിന്നിരുന്നു. എന്ത് ധിക്കാരമാണോ താൻ പറയുന്നത് എന്ന് ചിന്തിക്കേണ്ടതില്ല. വസ്തുത ഇതാണ് എന്നറിയുക. ബാക്കി ആ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. അത്ര ഞാൻ വിഷയത്തെപ്പറ്റി പറഞ്ഞു. അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഉദ്ദേശം ചോദിച്ചാൽ, റമളാൻ വരുന്നു. ഈ റമളാന്റെ സന്ദർഭത്തിൽ സമയങ്ങൾ ഖുർആൻ പഠിക്കാൻ ഉപയോഗപ്പെടുത്തും പോലെ തന്നെ, മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുത്തും പോലെ തന്നെ നമ്മൾ ദിക്റുകൾക്ക് വേണ്ടിയുള്ള ഒരു സമയമായി കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെയാണ് ലേശം കൂടുതൽ എനിക്ക് പറയേണ്ടി വരിക. എങ്ങനെയാ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ചെയ്യേണ്ടത്, അത് എനിക്ക് ചെയ്തു തരാൻ കഴിയില്ല, ചെയ്യേണ്ടതാണ് ഞാൻ. ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഒരു ക്ലാസ്സിൽ വന്നിട്ട് ഞാനിപ്പോ ക്ലാസ്സിൽ ഒരു ദിക്റും പറയാതെ ക്ലാസ് അവസാനിപ്പിക്കണേ. പക്ഷെ ഈ ദിക്റുകൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാൽ എത്ര പേർക്ക് പഠിക്കാൻ പറ്റും? അത് നിങ്ങൾക്ക് സാധ്യമാണത്. അവ 2-3 ജോലികൾ നിങ്ങളുടെ ഭാഗത്ത് വരുന്നു. ഒന്ന്, ദിക്റുകളുമായി പിന്നെ ഉള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ് ദോഹയിലെ മാർക്കറ്റിൽ, ബുക്ക് ഷോപ്പുകളിൽ. അവിടെ പോയിട്ട് ദിക്റിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് നോക്കുക. ആ പിന്നെ ബുക്കുകളുടെ കൂട്ടത്തില് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന താഴെ അടിക്കുറിപ്പായിട്ട് ഈ ഹദീസ് ഇന്ന ആൾ റിപ്പോർട്ട് ചെയ്തു എന്നുകൂടിയുള്ളവ ഉണ്ടാവും. അങ്ങനെയുള്ളവ വാങ്ങാം. അത് വാങ്ങിയിട്ട് ഇന്ന പ്രാർത്ഥന നബി ചൊല്ലി എന്ന് പറയുന്ന ഒരു ദിക്ർ ചൊല്ലി എന്ന് കേൾക്കുമ്പോൾ അത് ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചോളൂ, ചൊല്ലി തുടങ്ങിക്കോളൂ. മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാലും സ്വീകരിച്ചോളൂ, പിന്നെ തള്ളിക്കളയേണ്ടതില്ല. ബാക്കിയുള്ള റിപ്പോർട്ടുകളെ പറ്റി തൽക്കാലം ഒരുങ്ങണ്ട, പിന്നീട് മതി. എല്ലാം തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഈ റമദാനിൽ ചൊല്ലാൻ മാത്രമുള്ള ദിക്റുകൾ. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിശ്വാസയോഗ്യമായ ദിക്റുകൾ. ബാക്കിയുള്ളതൊക്കെ തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം ഞാനീ പറഞ്ഞേ, അവ മാത്രം ഈ പുസ്തകങ്ങൾ തെരഞ്ഞെടുക്കുകയും അവ ചൊല്ലുകയും ചെയ്യുക. ചൊല്ലുമ്പോ ചിലപ്പോൾ ദിക്ർ തുടങ്ങുന്നത് ലേശം ശേഷമായിരിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ദിക്റും പിന്നെ അതിന്റെ പ്രതിഫലം ഉണ്ടാവും. എല്ലാം കൂടി കാണാപ്പാടം പഠിക്കണ്ട. അതിൽ ദിക്ർ എന്താന്ന് മാത്രം നോക്കി അത് ചൊല്ലി പഠിക്കാം. അത് അറബി അറിയാവുന്ന ആർക്കും നിങ്ങളെ സഹായിക്കാവുന്നതാണ്. ഈ മുതൽ ഇതുവരെയാണ് ദിക്ർ. ഇത് ഇത്ര തവണ ചൊല്ലണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ന സമയത്ത് ചൊല്ലണമെന്നാണ് എന്നതിന് മനസ്സിലാവും. ഇത് ഞങ്ങളാരും ചെയ്യൂല എന്ന് നിങ്ങൾ പറയല്ലേ.
എന്നിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് അപ്പൊ ആദ്യം അങ്ങനെ ഒരു പുസ്തകമോ മറ്റോ സംഘടിപ്പിച്ചിട്ട് മലയാളത്തിലൊരു പുസ്തകം എനിക്കതിൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. പുസ്തക കച്ചവടമല്ല, പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ എന്ന CP ഉമർ സലിമിയുടെ പുസ്തകം ആ വിഷയത്തിൽ ഏതാണ്ടൊരു പിന്നെ ഏറെക്കുറെ ഒരു മലയാളിക്ക് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണ് ആ പുസ്തകമാണെങ്കിൽ അതിൽ സഹിയായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ. ആ പുസ്തകങ്ങൾ എടുക്കുക, ഹദീസുകൾ ആ ദിക്റുകൾ തെരഞ്ഞു പിടിക്കാം. എന്നിട്ട് ഒരുപാടുണ്ട്, ഒരുപാട് അത് സമയത്ത് ഇന്ന സമയത്ത് എത്ര തവണ എല്ലാം കൂടി വായിച്ചിട്ട് എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് തീരുമാനിക്കുന്നതിന് പകരം തനിക്ക് പഠിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ലളിതമായവ ചൊല്ലിപ്പഠിക്കാം. ഉദാഹരണത്തിന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ എല്ലാം പറഞ്ഞു. ഒരിരിപ്പ് ചെല്ലണ്ട, ഒരിരിപ്പിൽ വേണ്ട. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു 10 പ്രാവശ്യം ചൊല്ലി. പിന്നെ തന്റെ പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോ വേറെ തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു 20 പ്രാവശ്യം ചൊല്ലി. പിന്നെ എപ്പോഴോ വൈകുന്നേരത്തിനിടയ്ക്ക് ഉച്ചക്ക് ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു 25 പ്രാവശ്യം ചൊല്ലി. പിന്നെ എപ്പോഴോ ബാക്കി 25 അങ്ങനെ ചൊല്ലി വെച്ചാൽ മതി. ഒരേ ഇരിപ്പിൽ ശ്വാസം വിടാതെ ചെല്ലണം നടന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 തവണ ചെല്ലാൻ പറഞ്ഞു. ഉദാഹരണത്തിന് പറഞ്ഞ ഒരു ദിക്റാണ്. അത് ഇങ്ങനെ ചെല്ലാവുന്നതാണ്. പല സമയത്തായിട്ട് കാണാപ്പാടം പഠിക്കാവുന്ന സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇത് എണ്ണൊന്നുമില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അതൊരു താളമാക്കി ഒരു ശീലമാക്കി മാറ്റുക. എന്നിട്ട് ഹദീസിലെ മറ്റൊരു വാദം അറിയുങ്ങള്, ഇത് ഏതുകൊണ്ട് ആരംഭിച്ചാലും തകരാറൊന്നുമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന വാക്ക് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് മാറ്റി ചൊല്ലിപ്പോയാലും തകരാറൊന്നുമില്ല എന്ന് എന്റെ വകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഏറ്റവും നല്ല ദിക്ർ അല്ലേ? അല്ലാഹു അക്ബർ പറയാം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ വളരെ ലളിതമാണെല്ലാം. ഒന്ന് ലേശം മനസ്സ് വെച്ചാൽ മനസ്സിൽ പതിയുന്ന പദങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് തെരഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പോഴേ തുടങ്ങാം, ഇന്ന് മുതലേ തുടങ്ങാം, ഇന്ന് വൈകുന്നേരം മുതലേ തുടങ്ങാം. എന്നിട്ട് അത് ആദ്യം ചൊല്ലിപ്പഠിക്കാം. എന്നിട്ട് 1 or 2 ദിക്റുകൾ ചൊല്ലിപ്പഠിച്ചത് ദിവസേന ചൊല്ലിയിട്ട് റമദാനിൽ അത് ശീലമാക്കി മാറ്റുമ്പോൾ ബാക്കി അതിന്റെ കൂടെ 2 or 3 പഠിക്കുക, അത് ശീലമാക്കുക. അങ്ങനെ ഈ റമദാൻ ഇൻഷാ അല്ലാഹ് തീരുമ്പോഴേക്ക് കുറെ ദിക്റുകൾ നമ്മളെ കയ്യിൽ സ്വായത്തമാക്കിയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഒരു ഉംറക്ക് പോകുമ്പോ, ഒരു ഹജ്ജിന് പോകുമ്പോ, ഇനിയുള്ള ജീവിത സമയത്ത് നമുക്കതൊരു ശീലമായി ചൊല്ലിക്കൊണ്ടിരിക്കാൻ സാധ്യമാവുന്നർത്ഥം. തല വലുതാകുന്നിടത്തോളം, പ്രായമാകുന്നിടത്തോളം മനപ്പാടത്തിന്റെ കഴിവ് കുറഞ്ഞു വരിക ചെയ്യുക. അതുകൊണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇതാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇത് പറയാനാണ് ഞാൻ ഈ സന്ദർഭം എടുത്തത്. ഇനി അവസാനത്തെ വാക്ക് ഒരു ഹദീസ് ഓർപ്പിക്കാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെന്ന് പറഞ്ഞു. വഅഫ്ളലു ദുആ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് എന്നാണ്. ഏറ്റവും മെച്ചപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലായി ഒരു ദിക്ർ തന്നെയാണ്. ഏറ്റവും മെച്ചപ്പെട്ട പ്രാർത്ഥന അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ത് പ്രാർത്ഥനയുടെ ഉള്ളത്? സർവ്വസ്തുതിയും അല്ലാഹുവിനല്ലേ, അള്ളാഹുവിനാവുന്നതിന്റെ അർത്ഥം. അതെങ്ങനെ പ്രാർത്ഥന ആവുക? പക്ഷെ ഹദീസ് സഹിയാ. നമുക്ക് വല്ലതും മനസ്സിലായോ പറഞ്ഞതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പിന്നെ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹയാണ്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പ്രാർത്ഥിക്കാനല്ലേ വലിയ താല്പര്യം കാണിക്കുക, അതേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ, നിങ്ങൾ ആവശ്യങ്ങൾ നേടിത്തരുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾ ദിക്റുകൾ അധികരിപ്പിച്ചോ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ അള്ളാഹ്ക്ക് അറിയാലോ, അതൊക്കെ അവൻ നിവർത്തിച്ച് തന്നോളും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നീ എന്താ ചെയ്യണേ? ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. എന്താ ഈ എടുക്കണേ? ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അതെങ്ങനെ പ്രാർത്ഥനയാവുക? ഞാൻ ഈ അൽഹംദുലില്ലാഹ് ആവർത്തിക്കുമ്പോ എന്റെ മനസ്സിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തേട്ടങ്ങളും ആവശ്യങ്ങളും എന്താണെന്ന് രാജാതിരാജനറിയാം. അത് ഞാൻ പ്രത്യേകം പറയണമെന്നില്ല, അതോ പരിഹരിച്ചോളും എന്നാണ് ആ ഹദീസിന് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. അതായത് നാം ദിക്റുകൾ ചൊല്ലുമ്പോ അത് പ്രാർത്ഥനയുടെ ഫലവും കൂടി അതിലാൽ ലഭിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇനി എങ്ങോട്ടാ കാത്തിരിക്കുന്നത്? നമുക്ക് ഇല്ലാത്തതൊന്നും ചൊല്ലിപ്പഠിച്ച് നടക്കല്ലേ. ഞാനീ കുറ്റം കേൾക്കൂല. അത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കണ്ടവരൊക്കെ വെബ്സൈറ്റിലായാലും പുസ്തകത്തിലായാലും പലയിടത്തും പലരും ഉണ്ടാക്കിയ റെഡിമെയ്ഡുകൾ ധാരാളമുണ്ട്. ബുഖാരി മുസ്ലിമിൽ ഒതുങ്ങുന്നു ഞാനിപ്പോ. ബാക്കിയുള്ളവ പരിശോധിച്ചിട്ട് പറയാൻ പറ്റും. പരിശോധിച്ചിട്ട് നിങ്ങൾ എന്നോട് സംശയം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം.
ആ നിലക്കുള്ളവ തെരഞ്ഞെടുക്കുകയും അടച്ചോനെ വിചാരിച്ചിട്ട് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഈ റമദാനിലെ നല്ല നിമിഷങ്ങള് ഈ റിയാലിറ്റി ഷോയുടെയും രാഷ്ട്രീയ വർത്താനത്തിന്റെയും അനാവശ്യമായ കാര്യങ്ങളും സംസാരിച്ചിട്ട് കൊല്ലല്ലേ. വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിച്ചോളൂ, കിടക്കുക അപ്പോഴും പറഞ്ഞോളൂ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ പറഞ്ഞിട്ട്. ഉറങ്ങാത്ത സമയത്ത്, ഖുർആൻ ഓതാത്ത സമയത്ത്, ഖുർആൻ ഓതാൻ ഉന്മേഷം തോന്നുന്നില്ലെങ്കിൽ ഖുർആൻ ഓതാത്ത